ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാനിപ്പോൾ എണീറ്റപ്പോൾ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ എണീറ്റപ്പോൾ അടുപ്പ് നോക്കാനാണ് കേട്ടോ ആദ്യം തന്നെ പോണത്. അപ്പോൾ അടുപ്പൊക്കെ അത്യാവശ്യം നനഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല മഴ അത്ര മഴ പെയ്തിട്ടില്ല. അപ്പോൾ അടുപ്പൊക്കെ നനഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇന്നും കിട്ടുന്നൊരു പണിയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല. അവിടെ സിമെൻറ്റൊക്കെ വെച്ച് അടച്ച കാരണം കേട്ടോ. അവിടെ തുരപ്പനൊരു വലിയൊരു തുരപ്പനുണ്ട് കേട്ടോ. ഇവിടെ പുറത്ത് നടക്കണതാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അതിൻ്റെ പണി മെയിൻ പണി ഇതാണ് കേട്ടോ. എന്ന് എനിക്കിത് അടയ്ക്കുക, പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ വീണ്ടും തുറക്കും, അങ്ങനെയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ സിമെൻറ്റൊക്കെ മേടിച്ച് നടച്ചതായിരുന്നു. ഇപ്പോൾ വീണ്ടും കുറേ നാളായിട്ട് ഇപ്പോൾ 2 മാസത്തോളമായി ഈ ഒരു പരിപാടി ഇല്ലാണ്ട് കേട്ടോ. അപ്പോൾ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പറയുമ്പോൾ മുറ്റത്തൊന്നും അങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ഈ സാധനം ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഇങ്ങനെ നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഇടുന്ന കാരണം കൊണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ തൊട്ടപ്പുറത്തെ പറമ്പ് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അവരോട് അന്ന് വന്നപ്പോൾ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഇങ്ങോട്ട് ഇട്ടോ, അതിന് കുഴപ്പമില്ല, വേറെ പ്ലാസ്റ്റിക്കും കവറൊന്നും ഇടാണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അങ്ങോട്ട് ഇടുന്ന കാരണം കൊണ്ട് അധികം വരാറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്താണെന്നറിയില്ല. അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടോ. പിന്നെ ഞാൻ മുട്ട തിളപ്പിക്കുക ചെയ്തത്. രാവിലെ മുട്ട തിളപ്പിച്ച ഇതും വെച്ചു. പിന്നെ ചപ്പാത്തിയാണ് കേട്ടോ അതിലേക്ക് റെഡിയാക്കണത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇപ്പോൾ വ്യൂ കുറച്ചും കൂടി കുറഞ്ഞു വന്നു കേട്ടോ. ഒരു പ്രാവശ്യം നല്ല ഇതിൽ വരും, അത് കഴിയുമ്പോൾ വീണ്ടും കുറയും, പിന്നെ നല്ല രീതിയിൽ വരും, പിന്നെയും കുറയും. അതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനലിൻ്റെ ഒരു ഇതായിട്ട് പോണത്. അപ്പോൾ വീഡിയോ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. പിന്നെ അതേപോലെ പറ്റുമെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചപ്പാത്തി പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയൊക്കെ റെഡി ആയപ്പോൾ ഞാൻ ഉണ്ണികൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ കൊടുത്തു. അടുപ്പ് എന്തായാലും ഒന്ന് കത്തിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അടുപ്പിൻ്റെ ഉള്ളിലത്തെ ചാരമൊക്കെ വാരി കളഞ്ഞു. എന്നിട്ട് വേറെ ഞാൻ ഇവിടെ കവറിൽ ചാര ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചീരയ്ക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചാര ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നനവില്ലല്ലോ, ആ ചാര ഇട്ട് കൊടുത്തു. എന്നിട്ട് കല്ലിൻ്റെ മുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് ആ പൊടികളൊക്കെ ഒന്ന് തട്ടിക്കളയൊക്കെ ചെയ്തപ്പോൾ തീ നന്നായി കത്തിയിട്ടോ. ആദ്യമൊക്കെ നല്ല പാടായിരുന്നു, പിന്നെ ശരിയായിട്ടോ. പിന്നെ നോക്കിയപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും നല്ല മഴക്കാറ് കേട്ടോ. അപ്പോൾ എന്തായാലും വേഗം കുറേ അവിടെ റോട്ടിൽ അടിച്ചു കൂട്ടിയതൊക്കെ കത്തിക്കാണ്ടായിരുന്നു, മാവിൻ്റെ ഇലയൊക്കെ കേട്ടോ ഫ്രണ്ടിലത്തെ റോട്ടിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കത്തിക്കാമെന്ന് ചോദിച്ചു. മഴക്കാറുള്ള കാരണം ഇനിയിപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ അതൊന്നും നാളേക്ക് കത്തൂല്ല, അവിടെ കിടന്നിങ്ങനെ പുകയുള്ളൂ. പിന്നെ അത് കൂടി വരികയും ചെയ്യും. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു പുഴു പോലത്തെ സാധനം ഇങ്ങനെ നിറയുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വേഗം മഴക്കാറ് കണ്ടപ്പോൾ വേഗം അതൊക്കെ ഒന്ന് കത്തിച്ചതാക്കിയതാട്ടോ. പിന്നെ കുറച്ച് ബക്കറ്റുകളൊക്കെ കാലിയായി എടുക്കണ്ടായിരുന്നു. അപ്പോൾ മഴ വരുന്ന കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഞാൻ ഇവിടെ സൈഡിൽ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നിരച്ചത് വെച്ചതോടുകൂടി മഴക്കാറും പോയിട്ടോ. പിന്നെ കുറേ അധികം പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. ഫുഡ് കഴിക്കൽ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അകത്തെ കാര്യങ്ങളൊന്നും പറയാണ്ടിരിക്കുക നല്ലത്. അടിച്ചൊക്കെ വാരി കിടക്കയൊക്കെ വിരിച്ചിട്ട് ഞാൻ പോയതാണ്. പക്ഷേ ഇപ്പോഴേക്കിന് പോയി നോക്കുമ്പോൾ സുഡാപ്പിയൊക്കെ അത് നിരപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സ്കൂളില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പിള്ളേർ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ അകത്ത് തന്നെ ഇരുന്നല്ലേ കളിക്കുള്ളൂ. കളിക്കുന്ന പിള്ളേർ പുറത്ത് പോയി കളിക്കും കേട്ടോ. എൻ്റെ സുഡാപ്പി പക്ഷേ പുറത്ത് തന്നെ ഇരിക്കില്ല കേട്ടോ, അകത്ത് തന്നെ ഇരിക്കുള്ളൂ. പിന്നെ കുറച്ച് മാമ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3-4 മാമ്പഴം കിട്ടി. അപ്പോൾ ആദ്യം 2 കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ബാക്കി 2 കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി സുഡാപ്പി എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം.